പവിത്രം സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ ശ്രീജ എടുത്ത് ഈ വേദയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയിട്ട് പറയാം, ഞാൻ വിശ്വേട്ടനെ ഒന്ന് വിളിക്കട്ടെ, എൻ്റെ ഫോണിൽ പൈസ ഇല്ല അതുകൊണ്ടാ. അപ്പോൾ വേദ ചുമ്മാതല്ല, വിശ്വേട്ടനെ ജോലി ചെയ്യാൻ സമ്മതിക്കാത്തത് ശ്രീജയുടെ തന്നെയാണ്. അങ്ങനെ വേദയുടെ കോള് വരുന്ന കാണുമ്പോൾ വിഷു ഒന്ന് പേടിക്കുന്നു. അപ്പോൾ ശ്രീജ എടുത്തി ഹലോ വിശ്വേട്ട എന്ന് വിളിക്കുമ്പോൾ വിശ്വം പറയാം, നീയായിരുന്നോ? വേദയെന്ന് കണ്ടപ്പോൾ ഞാൻ ഒന്ന് പേടിച്ചു. ശ്രീജ ചോദിക്കുക, അല്ല വേദയുടെ കോള് വരുമ്പോൾ എന്തിനാ പേടിക്കുന്നത്? അപ്പോൾ വിശ്വൻ ഒന്നുമില്ല, എന്തിനാ നീ വിളിച്ചതെന്ന് പറ. അപ്പോൾ ശ്രീജ എടുത്ത് ചോദിക്കുക, അത് പിന്നെ ആഹാരം കഴിച്ചോ? വിശ്വം പറയാം, ദേ ഞാൻ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുക. ഇത് കേട്ട് ശ്രീജ ചോദിക്കുക, ചോറ് കഴിക്കുന്നോ? അതിന് 11 മണിയല്ലേ ആയുള്ളൂ, ഇപ്പോൾ എന്തിനാ ചോറ് കഴിക്കുന്നത്? അതിനൊക്കെ കമ്പനി സമ്മതിക്കൂ? ഇത് കേട്ട് വിശ്വം പറയാം, നീ എന്താ വിചാരിക്കുന്നത്? ഈ കമ്പനിയിൽ എന്ത് വേണമെങ്കിലും നടക്കും. എനിക്ക് ചായ കുടിക്കേണ്ടപ്പം ചോറ് കഴിക്കാം, ചോറ് കഴിക്കേണ്ടപ്പം ചായ കുടിക്കാം, എന്ത് വേണമെങ്കിലും നടക്കാം. ഇഷ്ടം പോലെ വിശ്രമിക്കാനും സമയമുണ്ട്. അല്ല നീ ഫോൺ വെച്ചേ. ഈ സമയം ശ്രീജ ഒരു സൗണ്ട് കേൾക്കുന്നു. കപ്പലിൻ്റെ സൈറണാണ് കേൾക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ശ്രീജ ചോദിക്കുക, അല്ല എന്താ സൗണ്ട് കേട്ടത്? വിശ്വം പറയാം, അത് പിന്നെ കപ്പലിൻ്റെ സൗണ്ടാ. അപ്പോൾ ശ്രീജ എടുത്ത് പറയാം, കപ്പലിൻ്റെയോ? എന്താ വിശ്വേട്ടാ പറയുന്നത്? വിശ്വം പറയാം, അല്ല ഇവിടുത്തെ സൈറൺ മുഴങ്ങിയതാ, നീ ഫോൺ വെച്ചേന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. അങ്ങനെ ശ്രീജ എടുത്ത് ഈ കാര്യങ്ങളെല്ലാം വേദയോട് പറയുമ്പോൾ വേദയ്ക്ക് സംശയം തോന്നുന്നു. എന്തായാലും ജോലി ചെയ്യാനുള്ള മനസ്സുണ്ടല്ലോ, അത് മതി എന്ന് പറഞ്ഞ് ശ്രീജേടത്തെ അകത്തേക്ക് പോകുമ്പോൾ അപ്പോൾ വേദ മനസ്സിൽ പറയുകയാണ്, ഈ വിശ്വേട്ടം പറ്റിക്കുന്നത് ശ്രീജേടത്തെയാണോ അത് ഈ കുടുംബക്കാരെ മുഴുവനുമാണോ? അങ്ങനെ വേദ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അടുത്തതായിട്ട് കാണിക്കുന്നത് ശ്രീകാന്ത് രാധയെ കാണാനായിട്ട് വരുന്നു. രാധയെടുത്ത് എന്നെ അറിയാവോ എന്ന് ചോദിക്കുമ്പോൾ രാധ ഇല്ല, ആരാ? അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ്, അത് പിന്നെ ഞാൻ വേദയുടെ ചേട്ടനാണ്. ഇത് കേട്ടിട്ട് രാധ ചോദിക്കുക, എന്താ വേണ്ടത്? പെങ്ങളുടെ റെക്കമെൻഡേഷനായിട്ട് വന്നിരിക്കുകയാണോ? അപ്പോൾ ഇത് കേട്ടിട്ട് ശ്രീകാന്ത് പറയാം, അതൊന്നുമല്ല, എനിക്ക് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട്, തനിക്കൂടെ ഗുണമുള്ള കാര്യം. അപ്പോൾ രാധയാണെങ്കിൽ ശ്രീകാന്തിനെ ഓട്ടോയിൽ കയറ്റിയിട്ട് കുറച്ച് ദൂരം മാറി നിന്ന് രണ്ടുപേരും എന്തൊക്കെയോ കാര്യങ്ങളിങ്ങനെ സംസാരിക്കുന്നു. ശ്രീകാന്ത് പറയുന്നതെല്ലാം കേട്ട് നിൽക്കുകയാണ് രാധ. എന്നിട്ട് രണ്ടുപേരും തിരിച്ച് ഓട്ടോ സ്റ്റാൻഡിലേക്ക് വരുന്നു. അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ്, ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ? അപ്പോൾ രാധ പറയാം, ഞാൻ പൊട്ടിയൊന്നുമല്ല. അപ്പോൾ ശ്രീകാന്ത്, പൊട്ടിയാവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നത്. ഞങ്ങളുടെ കുടുംബത്തിൽ മുത്തശ്ശിക്കൊഴികെ ബാക്കി ആർക്കും ഈ ബന്ധത്തോട് ഒരു താല്പര്യമില്ല. വേദയാണെങ്കിൽ അവൻ്റെ വീട്ടിൽ പോയി കിടക്കുമല്ലേ. ഇനി കുറച്ചു നാളുകൂടി നീണ്ടുപോയാൽ അവർ തമ്മിൽ പ്രണയത്തിലാവും. അല്ല പ്രണയത്തിലാവുമെന്നല്ല, ഇപ്പോൾ തന്നെ പ്രണയം തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഏറെ നാൾ തുടർന്നു കൊണ്ടുപോകാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ശ്രീകാര്യം ശ്രീനിവാസനെ വെച്ച് വേണം കളിക്കാൻ. ഒരു പെൺകുട്ടി വിചാരിച്ചാൽ ഈ ലോകത്ത് എന്തും നടക്കൂ. ഒരു പാർട്ടിയെ പോലും ഇല്ലാതാക്കാൻ കഴിയും. ഇത് കേട്ടിട്ട് രാധ പറയുകയാണ്, അത് പിന്നെ എനിക്ക് വിക്രമേട്ടനെ ഇഷ്ടമാണെന്നുള്ളത് ശരിയാ, പക്ഷേ വിക്രം ഒരിക്കലും എന്നെ അങ്ങനെ കണ്ടിട്ടില്ല, എന്നെ അബ്യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ്, നമ്മൾ അങ്ങനെ പറയുന്നില്ലല്ലോ. വിക്രമിന്റെയും വേദയുടെയും ബന്ധം ഇല്ലാതാക്കണം. പാർട്ടി സപ്പോർട്ട് അവർക്ക് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ അതേപോലെ ശ്രീകാര്യം ശ്രീനിവാസനോട് കുട്ടി സംസാരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കൂ. പിന്നെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടല്ലോ, എന്തെങ്കിലും ഒരു നെഗറ്റീവ് മാത്രമേ നാട്ടുകാർ ശ്രദ്ധിക്കൂ, പിന്നെ അത് പബ്ലിഷ് ആയിക്കോളും. അപ്പോൾ രാധ ചോദിക്കുക, അല്ല നിങ്ങളുടെ പെങ്ങക്കൂടിയല്ലേ ഇതിന് പ്രശ്നം ഉണ്ടാവാൻ പോകുന്നത്? ശ്രീകാന്ത് പറയാണ്, ഒരു പ്രശ്നവും ഉണ്ടാവാൻ പോകുന്നില്ല. കാരണം ഇലക്ഷൻ സമയം ആയതുകൊണ്ട് ശ്രീനിവാസൻ ഈ പ്രശ്നം വലിച്ചു നീട്ടാൻ ഉദ്ദേശിക്കില്ല. എത്രയും വേഗം ഇതിനൊരു പരിഹാരം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് അവിടെ നിന്ന് പോകുന്നു. രാധയാണെങ്കിൽ ഇതൊക്കെ ആലോചിച്ച് നിൽക്കുകയാണ്. അടുത്തതായിട്ട് കാണിക്കുന്നത് വിക്രം വീട്ടിലേക്ക് വന്നിട്ട് റൂമിൽ പോയി ഡ്രസ്സ് മാറുന്ന സമയത്ത് വേദ അകത്തേക്ക് ചെല്ലുമ്പോൾ വിക്രം ചോദിക്കുക, നിനക്ക് ഞാൻ ഡ്രസ്സ് മാറുന്ന സമയത്ത് ഈ റൂമിലേക്ക് വലിയേറി വരാൻ കോമൺ സെൻസ് ഇല്ലേ? അപ്പോൾ വേദ ചോദിക്കുക, വല്ലവരും റൂമോ? ഇത് നമ്മുടെ റൂമല്ലേ, എപ്പോൾ വേണമെങ്കിലും കയറി വന്നൂടെ? അപ്പോൾ വിക്രം പറയാം, നമ്മുടെ റൂമല്ല, നീ എന്തിനാടി ഇങ്ങോട്ട് വലിഞ്ഞേറി വന്നത്? അപ്പോൾ വേദ പറയാം, ദേ ഭർത്താവായോണ്ടാണ് ഞാൻ അടങ്ങി ഒതുങ്ങി നിൽക്കുന്നത്. അപ്പോൾ വിക്രം പറയാം, ദേ ഇനി അതും പറഞ്ഞുകൊണ്ട് എൻ്റെ റൂമിലോട്ട് അങ്ങാണം കയറി വന്നിട്ടുണ്ടല്ലോ, നിന്റെ വായിൽ ഞാൻ എന്തെങ്കിലും കുത്തിക്കയറ്റും. ഏത് പറയാം, ഈ പൊട്ടനീച്ച എന്ന് കേട്ടിട്ടുണ്ടോ? അത് കടിച്ചാലേ ഇടയ്ക്ക് എല്ലാവർക്കും ഇങ്ങനെ ഉണ്ടാവും. എൻ്റെ മുത്തശ്ശി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ നിങ്ങളെ പൊട്ടനീച്ച വല്ലതും കടിച്ചോ? ഇത് കേട്ടിട്ട് വിക്രം പറയാം, ഒരു മുത്തശ്ശി, അവർ കാരണം ഇതെല്ലാം സംഭവിച്ചത്, അവരെ എല്ലാത്തിനും കാരണം. വേദ ദേശിച്ചു പറയാം, ദേ എൻ്റെ മുത്തശ്ശിയെ പറ്റി പറഞ്ഞാലുണ്ട്. വിക്രം പറയും ഇനിയും പറയും, അവരാണ് എല്ലാത്തിനും കാരണം, അവരൊറ്റ കാരണമാണ് ഇതെല്ലാ പ്രശ്നങ്ങളും ഉണ്ടായത്, നീ എൻ്റെ തലയിലും ആയത്. അപ്പോൾ വേദ ചോദിക്കുക, അല്ല നിങ്ങൾ എന്തോന്നാണ് അപ്പനെ രാവിലെ പോയപ്പം നിങ്ങൾ അമ്പിയെ പോലെ പോയിട്ട് എന്നോട് സോറിയും താങ്ക്സും ഒക്കെ പറഞ്ഞ് പോയിട്ട് ഇപ്പോൾ അന്യനെ പോലെയാണല്ലോ കയറി വന്നിരിക്കുന്നത്. ഇത് കേട്ടിട്ട് വിക്രം പറയാം, ഞാൻ ഇങ്ങനെ തന്നെയാണ്, എന്നെ പോലെ അല്ലാതെ നല്ല പാവം ഒരു മനുഷ്യൻ, നല്ല സ്വഭാവമുള്ള ഒരു മനുഷ്യൻ ദർശൻ നിന്നെ കാത്തിരിപ്പില്ലേ? നിനക്ക് അയാളെ പോയി കല്യാണം കഴിച്ചൂടെ? ആ ദർശനെ കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ നോക്ക്, അല്ലാതെ ഈ വീട്ടിൽ കിടന്ന് നരയിക്കാതെ. ഇത് കേട്ടിട്ട് വേദ പറയാം, അതാണ് പ്രശ്നം. ശ്രീകാന്തേട്ടനും അച്ഛനും ഇടപെട്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അതാണ് നിങ്ങൾ ഇതൊക്കെ സംസാരിക്കുന്നത്. ഇത് കേട്ടിട്ട് വിക്രം പറയാം, ശ്രീകാന്ത് കുഴപ്പമില്ല, നിന്റെ അച്ഛൻ എന്തായാലും ഇടപെടാൻ ചാൻസ് ഇല്ല, അങ്ങനെ ഇവിടെ ഇല്ല. കുംഭമേളയുടെ അവസാനം അവിടെ 1 മാസത്തെ
സ്ഥലത്തേക്ക് പോയിരിക്കുക. ഇനിയിപ്പോൾ അവിടെ കിടന്ന് സമാധി ആവുന്നോ എന്തോ. ഇത് കേട്ടിട്ട് വേദ പറയാം, ദേ എൻ്റെ അച്ഛനെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ വിക്രം, സമാധി സമാധി സമാധി, ഞാൻ ഇനിയും പറയും, ഞാൻ ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ വേദ, ദേ എൻ്റെ അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ വിക്രം, എൻ്റെ സ്വഭാവം അങ്ങ് മാറും എന്ന് പറയുമ്പോൾ വിക്രം പറയാം, ഞാൻ ഇങ്ങനെ അല്ലാത്ത സ്വഭാവം ഇല്ലാത്ത ആ ദർശനെ പോയി നീ വിവാഹം ചെയ്യ്. എന്തിനാ നീ ഇവിടെ നിൽക്കുന്നത്? ആ പാവ മനുഷ്യനെ നിനക്ക് വിവാഹം ചെയ്തൂടെ? രണ്ടുപേരും ഇങ്ങനെ ബഹളം വെക്കുന്ന സൗണ്ട് കേട്ടിട്ട് അമ്മ അവിടെ നിന്നുണ്ട്. എന്താ വിക്രം, എന്താ അവിടെ ഒരു ബഹളം എന്ന് ചോദിക്കുമ്പോൾ വേദ പെട്ടെന്ന് പറയാം, അത് പിന്നെ ഒന്നുമില്ലമ്മേ, വിക്രത്തിന് ചൂടുവെള്ളം വേണമെന്ന്, ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം. അപ്പോൾ അമ്മ അവിടെ നിന്ന് പോകുമ്പോൾ വിക്രം ചോദിക്കുക, ആരാടി നിന്നോട് ചൂടുവെള്ളം ചോദിച്ചത്? ഞാൻ നിന്നോട് ചൂടുവെള്ളം ചോദിച്ചോ? അപ്പോൾ വേദ പറയാം, നിങ്ങൾ ചോദിച്ചില്ല, പക്ഷെ ഞാൻ ചൂടുവെള്ളം ഉണ്ടാക്കും, അതെന്നിട്ട് നിങ്ങളുടെ തല വഴി ഒഴിക്കും. എന്നെ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും. പക്ഷെ എൻ്റെ വീട്ടിലുള്ളവരെ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, നിങ്ങളെ ഞാൻ ഇനി മേല എൻ്റെ വീട്ടിലിരിക്കുന്നവരെ തൊട്ട് കളിക്കരുത്. നിങ്ങളുടെ തല വഴിയെ ചൂടുവെള്ളം ഞാൻ ഒഴിക്കും, കേട്ടോടാ എന്ന് പറഞ്ഞിട്ട് ജഗ്ഗെടുത്ത് വിക്രമിൻ്റെ നേരെ ഇങ്ങനെ നീട്ടി ദേഷ്യം നിൽക്കുന്ന വേദയെ കണ്ട് വിക്രം പേടിച്ച് ഷർട്ടൊക്കെ താഴെ ഇടുന്നു. അപ്പോൾ വേദ പറയാം, കണ്ടില്ലേ, ഒരു പെണ്ണ് കരുത്തോടെ നിങ്ങളുടെ മുന്നിൽ നിന്നാൽ മതി, അതോടെ ചൂളിപ്പോവും ഈ വിക്രം ഗുണ്ട. നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു പേടിച്ചു ദൂരെ ഈ ശരീരം ഉണ്ടെന്നേ ഉള്ളൂ. ശരീരം അത്രയ്ക്കൊന്നും ഇല്ല, നിങ്ങൾക്ക് ജിമ്മിൽ പോകേണ്ട ആവശ്യമുണ്ട്, ആ കുമ്പയൊക്കെ ഒന്ന് കുറയ്ക്കണം. എന്ത് ശരീരമാണോ ഇത് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് വിക്രം സ്വന്തമായിട്ട് ഇങ്ങനെ ശരീരത്തിലൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് വേദ പറയാം, ഞാൻ ഇതൊന്നും പറയാനല്ലേ ഇങ്ങോട്ട് കയറി വന്നത്, പിന്നെ എനിക്ക് നിങ്ങളെ കൊണ്ടൊരു ആവശ്യമുണ്ട്, അത് പറയാനാ, ഒരു ഹെൽപ്പ് ചോദിക്കാനാണ് വന്നത്. ശ്രീജയെടുത്തി എന്ന് വിശ്വേട്ടനെ വിളിച്ചിരുന്നു. സംസാരത്തിൽ നിന്ന് എനിക്ക് വിശ്വേട്ടൻ ജോലിക്ക് പോകുന്നതായിട്ട് തോന്നുന്നില്ല, എവിടെയോ കറങ്ങി നടക്കുമെന്നാണ് തോന്നുന്നത്. ഞാൻ അഡ്രസ്സ് തരാം, നിങ്ങൾ അവിടെ പോയൊന്ന് അന്വേഷിക്കണം, അത് പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, അല്ലാതെ നിങ്ങളുടെ 6 പാക്ക് കാണാനൊന്നും അല്ല. പിന്നെ ഇനി ഞാൻ പോവാ, ഈ സമയത്ത് നിങ്ങൾ ഡ്രസ്സ് മാറുകയോ അതോ ഡ്രസ്സ് ഇടുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ. അപ്പം പറഞ്ഞ പോലെ ഈ കുമ്പയൊക്കെ ഒന്ന് കുറയ്ക്കുക എന്ന് പറഞ്ഞിട്ട് വേദ പുറത്തേക്ക് പോകുമ്പോൾ വിക്രം പെട്ടെന്ന് ഷർട്ടൊക്കെ പൊക്കിയിട്ട് വയറ് കൂടുതലാണോ എന്നിങ്ങനെ നോക്കുന്നു. ഇത് കണ്ടിട്ട് വേദ പറയാം, ഹലോ, പറയുന്നതൊക്കെ അനുസരിക്കുന്നത് നല്ല കാര്യം, എന്തെങ്കിലും തിരിച്ചറിവ് ഉണ്ടാവുന്നെങ്കിൽ ഉണ്ടാവട്ടെ. ഒരാൾ പറയുന്നില്ല എന്തെങ്കിലും ന്യായം ഉണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുന്നത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് വേദ അവിടെ നിന്ന് പോകുന്നു. വിക്രം ആണെങ്കിൽ കട്ടിലൊക്കെ ഇരുന്നിട്ട് സ്വന്തം ബോഡി തന്നെ നോക്കിയിട്ട് അവൾ പറഞ്ഞത് ശരിയാണോ എന്നിങ്ങനെ ആലോചിച്ച് സ്വന്തം ബോഡിയൊക്കെ വയറൊക്കെ അകത്തേക്ക് ഇങ്ങനെ പിടിച്ചു നിർത്തിയിട്ടൊക്കെ നോക്കുന്നു. എന്താ കുഴപ്പമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്തതായിട്ട് കാണിക്കുന്നത് രാധയാണെങ്കിൽ ശ്രീനിവാസൻ സാറിനെ കാണാൻ വീട്ടിലേക്ക് വരുന്നു. എന്നിട്ട് ശ്രീനിവാസൻ സാറിനോട് പറയുകയാണ്, അല്ല സഖാവേ, എനിക്ക് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട്. ഇത് കേട്ട് ശ്രീനിവാസൻ സാർ അറിയാം, അമ്മയുടെ മോള് തന്നെ, അമ്മയെ സഖാവെന്ന് വിളിച്ചാൽ സംസാരിക്കുന്നത്. എന്നാലും സഖാവുവാ, ഇരിക്ക്, എന്താ കാര്യം? അപ്പോൾ രാധ പറയുകയാണ്, എനിക്ക് കുറച്ച് പേഴ്സണൽ കാര്യങ്ങളാണ് പറയാനുള്ളത്. എന്താ കാര്യമെന്ന് ശ്രീനിവാസൻ സാർ ചോദിക്കുമ്പോൾ പെട്ടെന്ന് രാധ പറയുകയാണ്, അത് പിന്നെ ഞാനും വിക്രവും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് സാറിന് അറിയാലോ. അപ്പോൾ പെട്ടെന്ന് ശ്രീനിവാസൻ സാർ പറയാം, നിനക്കിഷ്ടമാണെന്നറിയാം, വിക്രമത്തിന് ഇഷ്ടമാണോ? അപ്പോൾ രാധ പറയാം, ഇഷ്ടമാണ്, അത് നിന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ശ്രീനിവാസൻ സാർ ചോദിക്കുമ്പോൾ രാധ പറയാം, പറഞ്ഞിട്ടില്ല, പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്, വിക്രത്തിന് എന്നോട് ഇഷ്ടം തന്നെയാണ്. പിന്നെ ഏതോ വിക്രത്തിൻ്റെ ദേഷ്യത്തിൻ്റെ കാര്യം സാറിന് അറിയാലോ, ആ ദേഷ്യം കൊണ്ട് അറിയാതെ എടുത്തുചാട്ടത്തിന് അവളുടെ കഴുത്തിൽ താലി കെട്ടിപ്പോയി. അതിന് പകരം വീട്ടാൻ മാത്രമാണ് അവൾ ആ വീട്ടിൽ വന്നിരിക്കുന്നത്, അല്ലാതെ അവൾക്ക് അവനോട് സ്നേഹമൊന്നുമില്ല. നിങ്ങളെ ഈ പാർട്ടി തന്നെയാണ് അവരെ രണ്ടുപേരും ഒന്നാക്കി ഇത് എല്ലാവരുടെയും മുന്നിൽ അവരുടെ പ്രണയ വിവാഹമാക്കി മാറ്റിയത്. അതിൽ ഈ പാർട്ടിക്ക് തന്നെ പങ്കുള്ളത്. ശരി, ഞാനിനി എന്താ ചെയ്യേണ്ടതെന്ന് ശ്രീനിവാസൻ സാറ് ചോദിക്കുമ്പോൾ രാധ പറയുകയാണ്, നിങ്ങൾ ഈ പാർട്ടിക്കാരെ തന്നെ വിക്രമിനെയും വേദയും രണ്ടാക്കണം, അവരെ രണ്ടുപേരെയും വേർപിരിച്ച് തരണം. ഇത് കേട്ടിട്ട് ശ്രീനിവാസൻ സാർ ചോദിക്കുക, അല്ല രാധ തന്നെയാണോ ഇത് പറയുന്നത്, അതോ ആരെങ്കിലും പറയിപ്പിക്കുന്നതാണോ? ശ്രീകാന്ത് ഇവിടെ വന്ന് ഇതേപോലെയാണല്ലോ സംസാരിച്ചത്, ശ്രീകാന്ത് പറയുന്നതാണോ? അപ്പോൾ രാധ പറയുകയാണ്, എനിക്കതൊന്നും അറിയില്ല, ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്, അവർ രണ്ടുപേരെയും രണ്ട് വഴിക്കാക്കണം, ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെതായ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരും. ഇതൊക്കെ കേട്ടിട്ട് ശ്രീനിവാസൻ സാർ ചോദിക്കുക, എന്താ നീ വിക്രമിൻ്റെ വീട്ടിൽ പോയി സമരം ഇരിക്കുമോ, അതോ ഈ പാർട്ടി മുറ്റത്ത് സമരം ഇരിക്കുമോ? ഞങ്ങൾക്ക് കുറച്ച് എക്സ്പ്ലനേഷൻ കൊടുത്താൽ മതി, പക്ഷെ അതുപോലാണോ നിന്റെ കാര്യങ്ങൾ? എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ തന്നെ അവർ രണ്ടുപേരും ഒന്ന് ചേർന്ന് ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത്? നീ ആയിരിക്കും കുറ്റക്കാരി, എല്ലാവരുടെ മുന്നിൽ നീ നാണം കെടും. എന്തിനാ കുട്ടി ഇതിനൊക്കെ നിൽക്കുന്നത്? വല്ലതും പറഞ്ഞത് കേട്ട് നീ ഇങ്ങനെ തുള്ളേണ്ട ആവശ്യമുണ്ടോ? നിന്നെ പോലെ തന്നെയല്ലേ ആ ദർശന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. വേദയെ കല്യാണം കഴിക്കാൻ കല്യാണപ്പന്തൽ എല്ലാ സജ്ജീകരണവും കഴിഞ്ഞതല്ലേ, എന്നിട്ടും വേദയ്ക്കൊരു ആവശ്യം വന്നപ്പോൾ ആ ദർശൻ ഓടി വന്നില്ലേ? എന്തുകൊണ്ടത്? അതൊക്കെയാണ് യഥാർത്ഥ പ്രണയം, അല്ലാതെ പ്രണയത്തിന് വേണ്ടി വാളെടുക്കുന്നതല്ല. പ്രണയിച്ചവർക്ക് വേണ്ടി എന്ത് സഹായം ചെയ്യുന്നതിലാണ് കാര്യമുള്ളത്. നിന്നെ ഒരിക്കലും വിക്രം പ്രണയിച്ചിട്ടില്ലെന്ന് പറയുമ്പോൾ പെട്ടെന്ന് രാധ പറയുകയാണ്, അവളെയും വിക്രം പ്രണയിക്കുന്നില്ല.
ഇത് കേട്ടിട്ട് ശ്രീനിവാസൻ സാറ് പറയാണ്, പ്രണയിക്കുന്നില്ലായിരിക്കും, പക്ഷേ എന്നും കൂടെ ഉള്ളപ്പോൾ ഒരു വീട്ടിൽ വെളിച്ചമില്ലാതിരുന്ന് പെട്ടെന്ന് വെളിച്ചം ഉണ്ടാകുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവില്ലേ, അതുപോലെ വിക്രമിന്റെ മനസ്സിൽ വേദ ഉണ്ടെങ്കിലോ, വേദ കയറിപ്പറ്റിയാൽ നീ എന്തു ചെയ്യും? നീ എല്ലാവരുടെ മുന്നിൽ നാണം കെടില്ലേ? അതുകൊണ്ട് കുട്ടി ഒരു കാര്യം മനസ്സിൽ പറഞ്ഞ് മനസ്സിലാക്ക്, വിക്രം കുട്ടിയുടേതല്ല, വിക്രം വേദയുടെയാണ്. ഇനി കുട്ടിയെ ഒരിക്കലും വിക്രം സ്നേഹിച്ചിട്ടില്ല. ഈ കാര്യങ്ങൾ മനസ്സിൽ പറഞ്ഞ് മനസ്സിലാക്ക്. ഇതൊക്കെ കേട്ടിട്ട് രാധയാണെങ്കിൽ, ഓഹോ, അപ്പോൾ സാറിന് എന്നെ സഹായിക്കാൻ പറ്റില്ല അല്ലേ, ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് രാധ അവിടെ നിന്ന് പോകുന്നു. ഈ സമയം വിക്രം വീട്ടിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ വിക്രം ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇവിടെ? രാധയാണെങ്കിൽ ഒന്നും മിണ്ടാതെ പോകുന്നു. അപ്പോൾ ശ്രീനിവാസൻ സാറിനോട് വിക്രം ചോദിക്കുന്നുണ്ട്, സാർ എന്താ രാധ ഇവിടെ? അപ്പോൾ ശ്രീനിവാസൻ സാർ പറയാണ്, നിന്നെക്കുറിച്ച് പരാതി പറയാൻ, നീ അവളെ പ്രണയിച്ച് വഞ്ചിച്ചെന്ന്, അതിനെപ്പറ്റി പറയാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വിക്രം പറയാൻ, ഞാൻ ഒരിക്കലും. അപ്പോൾ ശ്രീനിവാസൻ സാറ്, എനിക്കറിയാം നിനക്ക് അവളോട് അങ്ങനെ ഒരു വികാരം തോന്നിയിട്ടില്ല, പക്ഷേ നിനക്ക് വേദയോട് എന്തെങ്കിലും ഒരു വികാരം തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് വിക്രം കുറച്ചു നേരം മിണ്ടാൻ നിന്നിട്ട് പറയാം, എനിക്ക് ഇതുവരെ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല എന്ന് പറയുമ്പോൾ ശ്രീനിവാസൻ സാറെ പറയാം, അപ്പോൾ ഇനി തോന്നാം, അങ്ങനെയല്ലേ നീ പറയുന്നത്? നിന്റെ മനസ്സിൽ എപ്പോഴും ഈ ചോദ്യം ഉണ്ടായിരിക്കണം. കാരണം ഈ ചോദ്യത്തിന് നിനക്കൊരു ഉത്തരം ഉണ്ടാകുന്ന ദിവസം നീ അത് തുറന്നു പറയണം, എന്നോടല്ല, ആ രാധയോട്. അങ്ങനെ ആ കുട്ടിയുടെ മനസ്സിലെ ആ ഇഷ്ടം നീ ഇല്ലാതാക്കണം. നിന്റെ മനസ്സിൽ വേദയോട് തോന്നുന്ന സ്നേഹം നീ എന്നെങ്കിലും രാധയോട് തുറന്നു പറഞ്ഞാൽ മാത്രമേ ആ കുട്ടിയെ നിനക്ക് രക്ഷിക്കാൻ പറ്റൂ. പ്രണയത്തെ പറ്റിയുള്ള കുറച്ച് ഫിലോസഫിയൊക്കെ പറഞ്ഞ് ഞാൻ അവളെ ഇവിടെ നിന്ന് വിട്ടിട്ടുണ്ട്. അത് കുറച്ച് നാളത്തേക്ക് നിനക്ക് ഉപകാരമാവും, പക്ഷേ അത് കഴിയുമ്പോഴോ നീ ആലോചിക്ക് എന്ന് ശ്രീനിവാസൻ ഇങ്ങനെ പറയുന്നു. ഇവിടെ വച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത്. താങ്ക്